ഹൈ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ബൈസെക്ടേഴ്സ് അഥവാ സമഭാജികൾ എന്ന ചാപ്റ്ററിലെ പാർട്ട് 5 ആണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ആംഗിൾ ബൈസെക്ടേഴ്സ് അഥവാ കോണിൻ്റെ സമഭാജി. നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പഠിച്ചു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ തന്നെ അത് കറക്റ്റ് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും. അതേപോലെ തന്നെയാണ് ആംഗിൾ ബൈസെക്ടേഴ്സും കോണിൻ്റെ സമഭാജി. രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കും. അപ്പോൾ ഇതൊരു കോണാണ്. ഞാനിവിടെ മെഷറൊന്നും എടുത്തിട്ടില്ല. അത് ഏത് മെഷറാണെങ്കിലും അതിന് ആംഗിൾ ബൈസെക്ടർ വരച്ച് കഴിയുമ്പം അത് രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കും. ഇതാണ് അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളത് കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏത് അളവാണെങ്കിൽ തന്നെയും അത് അക്യൂട്ട് ആംഗിൾ ആണെങ്കിലും ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിലും റൈറ്റ് ആംഗിൾ ആണെങ്കിലും ഒക്കെ നമ്മൾ ബൈസെക്ടർ വരയ്ക്കും. അതായത് ഈ കോണിൻ്റെ അളവിൻ്റെ പകുതിയായിരിക്കും ഇവിടെ കിട്ടുന്നത്. നമ്മൾ ആദ്യം 60 ഡിഗ്രിയാണ് വരയ്ക്കാൻ പോകുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് 60 ഡിഗ്രി. നമുക്കറിയാം 60 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണത്തിൻ്റെ ഒരു കോണിൻ്റെ അളവാണ്. അപ്പം നമ്മൾ സമഭുജ ത്രികോണമാണ് വരയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആദ്യം നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇവിടെ മെഷറൊന്നും ഇല്ല, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഇഷ്ടമുള്ളൊരു മെഷർ എടുത്തു. നമുക്ക് ഇഷ്ടമുള്ള മെഷർ എടുക്കാം. എന്നിട്ട് ഒരു എൻഡിൽ വെച്ചിട്ട് ഇത്രയുമാണ് ഞാൻ എടുത്ത മെഷർ. കണ്ടല്ലോ, ആ അളവ് തന്നെ നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ സൈഡായി, മൂന്നാമത്തെ സൈഡായി. ഇങ്ങനെയാണല്ലോ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുന്നത്. ഇതങ്ങോട്ട് ഇവിടെ നിങ്ങോട്ടും ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും അഥവാ സമഭുജ ത്രികോണം കിട്ടും. അപ്പോൾ സമഭുജ ത്രികോണത്തിൻ്റെ ഒരു കോണിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രി എപ്പോൾ വരയ്ക്കാൻ ചോദിച്ചാൽ ഈ ഒരു രീതിയിലാണ് വരയ്ക്കുന്നത്. നമ്മൾ ഇവിടെ പ്രൊട്രാക്ടർ യൂസ് ചെയ്യുന്നില്ല. എന്നാൽ കോമ്പസ് കൊണ്ട് വരയ്ക്കാൻ പറ്റാത്ത മെഷറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരയ്ക്കാം. ഇതാണല്ലോ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇതും കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരും. നമുക്കത് വേണ്ട 60 ഡിഗ്രി മതി. അപ്പോൾ ഇതാണ് 60 ഡിഗ്രി. ഇനി ഇതിനെയാണ് നമ്മൾ ബൈസെക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബൈസെക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈനെ ബൈസെക്ട് ചെയ്യാൻ നമുക്കറിയാം അല്ലേ. സ്ട്രെയിറ്റ് ലൈനെ ബൈസെക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന പോലെ ഇപ്പോൾ ഇവിടെ വരുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇപ്പോൾ വരച്ച ഈ മൂന്നാമത്തെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ വശമായ ഇപ്പോൾ വരച്ച ഈ സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ ബൈസെക്ട് ചെയ്യുന്നത്. അത് വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഉള്ളത്. ഇനി അതിനെ ബൈസെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച പോലെ പകുതി കൂടുതൽ എടുക്കുക. പകുതി കൂടുതൽ തന്നെ എടുക്കണം എന്നില്ല, നമുക്കിഷ്ടമുള്ള അളവെടുക്കാം. അതെല്ലാം ഈ ബൈസെക്ടറെ കിടന്നോളൂ. ആർക്ക് വരയ്ക്കുക, അത് ഈ എൻഡ് പോയിന്റിൽ വെച്ചും ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് ബൈസെക്ടർ കിട്ടി. അതായത് ഓരോന്നും 30 ഡിഗ്രിയാണ്. ഇനി പകുതി കൂടുതൽ അളവൊന്നും എടുക്കണമെന്നില്ല, അതിനേക്കാളിലും വലിയ അളവ് എടുത്തു. വലിയ അളവ് വേണമെങ്കിലും എടുത്തു. കണ്ടോ, ഇതിപ്പോൾ അതിനേക്കാളിലും വലിയൊരളവല്ലേ. ആ അളവ് എടുത്തിട്ട് നമ്മൾ വരച്ചാലും ഇതേ ബൈസെക്ടറെ തന്നെ കിടക്കും. കണ്ടല്ലോ. അപ്പം നമുക്ക് ഇത് ചെറുതോ വലുതോ ഏതളവ് എടുത്താലും ഈ കറക്റ്റ് ഈ ബൈസെക്ടറെ തന്നെ കിടക്കും. അത് ഈ കോർണറിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. മനസ്സിലായി? ഈ കോർണറും ഈ കൂട്ടിമുട്ടുന്ന പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. ഒരെണ്ണം വരച്ചാൽ മതി. അപ്പോൾ ഓരോന്നും 30 ഡിഗ്രിയായി. 0, 10, 20, 30. കണ്ടോ, 30യെ കൂടെയാണ് ഈ ബൈസെക്ടർ പാസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ?
ഇനി ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിലും, അതായത് ബൃഹത് കോൺ ആണെങ്കിലും, അതായത് 90 കൂടുതൽ വന്നാൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 60 ഡിഗ്രി വരയ്ക്കാനും പഠിച്ചു. പിന്നെ ഓരോന്നും 30 ആണ്, അതായത് ഇത്രയും ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പൊ 30 വരയ്ക്കാനും പഠിച്ചു. ഇനി 30യുടെ പകുതി വേണം, 15 ആണ് വേണ്ടെങ്കിൽ ഈ 30 വരച്ചിട്ട് അതിന്റെ പകുതി ഇവിടെ ബൈസെക്ട് ചെയ്യുക. മനസ്സിലായി? അപ്പോൾ 15ന്റെ മൾട്ടിപ്പിൾ എല്ലാം നമുക്ക് ഈ കോമ്പസിൽ വരയ്ക്കാം. 15ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 15 വരും. 15 നമുക്ക് വരയ്ക്കാം, ഇതിനെ ബൈസെക്ട് ചെയ്താൽ മതി. പിന്നെ 30 വരയ്ക്കാം, 30 നമ്മളിവിടെ ഓൾറെഡി വരച്ചു. പിന്നെ 15ന്റെ മൾട്ടിപ്പിളായി 45 വരയ്ക്കണം. 45 വരയ്ക്കണമെങ്കിൽ എന്താ? 30ന്റെ കൂടെ 15ഉം കൂടെ കൂട്ടുമ്പോഴല്ലേ 45 കിട്ടുന്നത്, അല്ലെ? ഈ 30 ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടത്തതിന് ഈ ബാക്കി 30 ആണല്ലോ, ആ 30നെ ബൈസെക്ട് ചെയ്യുമ്പോൾ 15 കിട്ടും. ആ 30ഉം 15ഉം കൂടെ കൂട്ടുമ്പോൾ എന്തായി? 45ആയി. പിന്നെ 60 നമ്മൾ ആദ്യമേ വരച്ചു. ഇനി 75 വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും? 75 വരയ്ക്കണമെങ്കിൽ ഇവിടെ 60 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 15 എടുത്താൽ മതി. അതായത് ആദ്യം നമ്മൾ 90 വരയ്ക്കും. 90 വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അതിനെ ബൈസെക്ട് ചെയ്യും. 90 എന്ന് പറയുന്നത് 60 + 30 ആണ് 90. ആ 90യുടെ പകുതി എന്ന് പറയുമ്പോൾ 15. 90യുടെ പകുതിയല്ല, 60 കഴിഞ്ഞ് ബാക്കിയുള്ള 30 ഉണ്ടല്ലോ, ആ 30യുടെ പകുതി എടുക്കുമ്പോൾ 15 കിട്ടും. അപ്പോൾ ആ 60ഉം 15ഉം കൂടെ കൂട്ടുമ്പോൾ എന്ത് വന്നു? 75ആയി. പിന്നെ 90 ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. അതുപോലെ ഈ 15ന്റെ മൾട്ടിപ്പിൾ എല്ലാം നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അതായത് 105 വരയ്ക്കാം. അങ്ങനെ പോകും. ഇനി നമുക്ക് 90 ഡിഗ്രി എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. നമുക്കറിയാവുന്ന എന്താണ്? 60 വരയ്ക്കാനാണ് അറിയാവുന്നത്. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന 60 എന്ന് തുടങ്ങുക. അപ്പോൾ 60 വരയ്ക്കുന്ന എങ്ങനെയാണ്? ഇഷ്ടമുള്ള ഒരു മെഷർ എടുക്കുക. ആർക്ക് വരയ്ക്കുക. എന്നിട്ട് അതേ അളവിൽ തന്നെ ഇവിടെ കട്ട് ചെയ്യുക. കണ്ടല്ലോ? അപ്പോൾ 60 ആയല്ലോ. ഇനി ആ അളവ് മാറ്റാതെ ഒരു 60 കൂടെ വരയ്ക്കാൻ മേലെ. 60 അളവ് മാറ്റുന്നില്ല. അപ്പോൾ 60 + 60 എന്തായി? 120 ആയി. അതായത് ആദ്യത്തെ ഇത് ഇവിടം വരെ വരച്ചത് എത്രയായി? 60 ഡിഗ്രി ആയി. പിന്നെ ഇവിടം തൊട്ട് ഇങ്ങോട്ട് വീണ്ടും 60 ആയി, ഇവിടം വരെ. അതായത് 60 + 60 എത്രയായി? 120 ആയി. അപ്പോൾ ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട, ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 120 ഡിഗ്രി കിട്ടും. അപ്പോൾ 120യും പഠിച്ചല്ലോ. ഇനി ഞാൻ പറഞ്ഞു ഈ 60യുടെയും 120യെയും ബൈസെക്ട് ചെയ്യുക. ബൈസെക്ട് ചെയ്യുമ്പോൾ എത്ര വരും? 90 വരും. കാരണം 60യുടെയും 120യുടെ ഇടയ്ക്ക് 60 ഡിഗ്രിയാണ് ഉള്ളത്. 60ന്റെ പകുതി 30ആണ്. ഇവിടെ ഓൾറെഡി 60 വന്നു. പിന്നെ ഒരു 30 കൂടെ നമുക്ക് എടുക്കുമ്പോൾ 90 കിട്ടുമല്ലോ. അപ്പോൾ ബൈസെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ കുത്തിയിട്ട് ഏതെങ്കിലും ഒരു മെഷർ എടുക്കുക, ആർക്ക് വരയ്ക്കുക. ആ അളവ് മാറ്റാതെ ഇവിടെ 60യിൽ കുത്തിയും വരയ്ക്കുക. എന്നിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് 90 ഡിഗ്രി കിട്ടും. കണ്ടോ? കറക്റ്റ് 90 ഡിഗ്രി കിട്ടിയത് കണ്ടോ? അപ്പോൾ ഇവിടെയാണ് 90 കിടക്കുന്നത്, അല്ലേ? അപ്പോൾ 60യും കിട്ടി, 90യും കിട്ടി, 120 കിട്ടി. ഇനി 60യെ ബൈസെക്ട് ചെയ്താൽ 30 കിട്ടും. 90യെ ബൈസെക്ട് ചെയ്താൽ 45 കിട്ടും. അപ്പോൾ ആ 45 കൂടെ കാണിച്ചു തരാം. അപ്പം 90യാണ് ബൈസെക്ട് ചെയ്യുന്നത്. അപ്പം 90 ഇവിടം തൊട്ട് ഇവിടം വരെയാണ്. ആ രണ്ട് എൻഡ് പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ആർക്ക് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ കോമ്പസിന്റെ മെറ്റൽ ടിപ്പ് വെക്കുക, ആർക്ക് വരയ്ക്കുക. ആ അളവ് മാറ്റാതെ ഇവിടെ കോമ്പസിന്റെ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് ആർക്ക് വരയ്ക്കുക. കണ്ടോ? 45 ഡിഗ്രി കിട്ടിയത് കണ്ടോ? 45 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? 30 പഠിച്ചു, 60 പഠിച്ചു, 90 പഠിച്ചു, 45 പഠിച്ചു, 120 പഠിച്ചു. ഇനി അങ്ങനെ നമുക്ക് ഏതാണോ ബൈസെക്ട് ചെയ്യേണ്ടത് അതിനെ ആദ്യം ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ബൈസെക്ട് ചെയ്ത് കിട്ടിയാൽ മതി. ഇനി നമുക്കൊരു ഡെസിമൽ നമ്പറൊക്കെ വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് പ്രൊട്രാക്ടറിൽ ഡെസിമൽ നമ്പർ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം അതിൻ്റെ ഇരട്ടി കണ്ടുപിടിച്ച് അത് പ്രൊട്രാക്ടർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന
കോമ്പസ് കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പ്രൊട്രാക്ടർ എടുത്തിട്ട് ചെയ്യുക, എന്നിട്ട് ബൈസെക്ട് ചെയ്യുന്ന കോമ്പസ് ഉപയോഗിച്ച് ചെയ്യുക. അപ്പം നമുക്ക് പേജ് നമ്പർ 115 ചോദ്യങ്ങൾ ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഡ്രോ ദ ഗിവൺ ആംഗിൾസ്. 37.5 ആണ് തന്നിരിക്കുന്നത്. 37 എന്ന് പറയുമ്പോൾ 37.5 ആണ് അല്ലേ. അതിനെ നമുക്ക് ഡബിൾ ആക്കാം. ഡബിൾ ആക്കിയിട്ട് പകുതി കണ്ടാൽ മതിയല്ലോ. ബൈസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആംഗിൾ കിട്ടുമല്ലോ. 5 2s are 10, 7 2s are 14 plus 1 15, 3 2s are 6 plus 1 7. അപ്പോൾ 75 15ന്റെ ടേബിളിൽ ഉള്ളതാണോ? ഉള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം 75 എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ആദ്യം നമുക്ക് എന്ത് വരയ്ക്കണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. കോമ്പസ് എടുക്കുക, ഒരു എൻഡ് പോയിന്റിൽ വെക്കുക. കണ്ടല്ലോ. എന്നിട്ട് ആദ്യം 60 വരയ്ക്കണം അല്ലേ. 60 വരയ്ക്കണമെങ്കിൽ ഈ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ആദ്യത്തെ വര വരയ്ക്കുന്നത് 60. അളവ് മാറ്റാതെ രണ്ടാമത്തെ വര വരയ്ക്കുന്നത് 120. ഇനി ഈ ഇതിനെ ബൈസെക്ട് ചെയ്യുക. അതായത് ഇത് 60, ഇത് 120. ഇത് 60, ഇത് 120. അതിനെ ബൈസെക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 90 കിട്ടും. ബൈസെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണേൽ വലുതാക്കാം, കുഴപ്പമില്ല. ഈ 60യുടെയും 120യുടെ ഇടയ്ക്കുള്ള 60 ഡിഗ്രിയാണ് നമ്മൾ ബൈസെക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ 60 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത് ഇവിടെയാണല്ലോ 90 ഡിഗ്രി വന്നത്. ഇതാണ് 90 ഡിഗ്രി വന്നത്. ഇത് 60 90 120. നമുക്ക് 75 ആണ് വേണ്ടത്. അതായത് 60യുടെയും 90യുടെ ഇടയ്ക്കാണ് 75 ഇരിക്കുന്നത്. അതിൻ്റെയും പകുതി എടുക്കണം. അതായത് ഓൾറെഡി 60 ഉണ്ട്, പിന്നെ ഒരു 15 വരുമ്പം 60 + 15 ആണ് 75 അല്ലേ. 60ന്റെ കൂടെ ഒരു 15 കൂടെ കൂട്ടുമ്പോഴാണ് 75 വരുന്നത്. അപ്പോൾ 60 ഇവിടെ കിട്ടി. ഇനി ഈ ബാക്കി 90 എത്താനായിട്ട് 30 കൂട്ടിയിരിക്കുന്നത്. ആ 30ന്റെ പകുതി എടുത്താൽ മതി. അതായത് ഇത്രയും ഭാഗത്തിന്റെ ബൈസെക്ടർ കാണുക. അപ്പോൾ ആ 2 എൻഡ് പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് വേണം ബൈസെക്ടർ വരയ്ക്കാനായിട്ട്. ഇവിടെ കോമ്പസ് വെച്ചിട്ട് ആർക്ക് വരയ്ക്കുക. കണ്ടല്ലോ. ഇനി അതേപോലെ കോമ്പസ് ഇവിടെ വെച്ചിട്ടും ആർക്ക് വരയ്ക്കുക. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 75 കിട്ടി. ഇനി നമുക്ക് 75നെ ബൈസെക്ട് ചെയ്യണം. അതായത് ഈ ഇവിടം തൊട്ട്, ഈ റെഡ് കളർ ലൈനിന്റെ തൊട്ട് ഇവിടം വരെ 0 മുതൽ റെഡ് കളർ ലൈൻ വരെയാണ് 75. അതിനെ ബൈസെക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതാ ഇവിടെ കുത്തിക്കൊണ്ട്, ഇതാണല്ലോ 75ൽ കുത്തിക്കൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുക. കണ്ടല്ലോ. ഇനി 0യുടെ അവിടെ കുത്തിക്കൊണ്ട്, അതായത് ഇവിടെ കുത്തിക്കൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുക. അപ്പം നമ്മുടെ 37.5 കിട്ടും. ഇതാണ് നമ്മുടെ 37.5. ഈ ആരോ മാർക്ക് ഇട്ടിരിക്കുന്ന 2 എൻഡ് പോയിന്റ്സ്, 2 റേസ് തമ്മിലുള്ള ആംഗിളാണ് 37.5. ഇവിടെ നമ്മൾ ഏതൊക്കെ വരച്ചു? 60 വരച്ചു, 120 വരച്ചു, 90 വരച്ചു, 75. ഇതാണ് 75 വരച്ചിട്ട് അതിൻ്റെ പകുതി. അപ്പം നമുക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ സാധിക്കും കോമ്പസ് ഉപയോഗിച്ചിട്ട്. 15ന്റെ മൾട്ടിപ്പിൾ ഉണ്ടാക്കി പോയാൽ മതി. എന്നിട്ട് അതിൻ്റെ പകുതിയൊക്കെ വേണമെങ്കിൽ, ഇപ്പോൾ 75ന്റെ പകുതി 15ന്റെ ടേബിളിലല്ല, പക്ഷെ നമ്മൾ ബൈസെക്ട് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി അടുത്ത 62.5 ആണ്. 62.5 എന്ന് പറയുമ്പോൾ 62.5 ആണ്. അതിനെ ഡബിൾ ആക്കുക, ഇൻറ്റു 2 കൊണ്ട് ചെയ്യുക. 5 2s are 10, 2 2s are 4 plus 1 5, 6 2s are 12. 125 ഡിഗ്രി. 120 നമുക്കറിയാം വരയ്ക്കാൻ. 125 നമുക്ക് കോമ്പസിൽ കൊണ്ട് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് പ്രൊട്രാക്ടർ വെച്ച് തന്നെ വരയ്ക്കുക. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു.
പ്രൊട്രാക്ടർ വെച്ചിട്ട് 125 എടുക്കുന്നു. 125 എടുക്കുമ്പോൾ കറക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം പ്രൊട്രാക്ടറിൻ്റെ ഈ ബേസ് ലൈൻ നമ്മൾ വരച്ച വരയിൽ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് അതേലെ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഡയറക്റ്റ് പോയി 125 എടുക്കരുത്. 0, 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110, 120, 125 എന്ന് പറയുമ്പോൾ 120യുടെ 130യുടെ ഇടയ്ക്കുള്ള ഈ നടുക്കത്തെ വലിയ വരയാണ്. അപ്പോൾ അവിടെ ഡോട്ട് ഇടുക. അപ്പം ഇതാണ് 125. ഇനി ഇതിനെ നമുക്ക് ബൈസെക്ട് ചെയ്യണം. കോമ്പസ് എടുത്തിട്ട് ആദ്യം ഒരാൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഒരാർക്ക് വരയ്ക്കുക. അതായത് ഈ 2 റേയും കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടല്ലോ. എന്നിട്ട് ഈ എവിടെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ബൈസെക്ടർ വരയ്ക്കും. അപ്പോൾ കോമ്പസിൻ്റെ അളവ് മാറ്റിയ പ്രശ്നമില്ല ബൈസെക്ടർ വരയ്ക്കാനായിട്ട്. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടി? 62.5 കിട്ടി. അപ്പോൾ ഇതാണ് 62.5 അല്ലെ 62.5.